മീഡിയ വണ്ണിന്റെ നിഷ്പക്ഷതയും പറഞ്ഞ് പ്രമോദ് രാമൻ ഇനിയും ഇതുവഴി വരരുത്. ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പോഷക സംഘടനകളും ചെയ്യുന്ന എല്ലാത്തിനെയും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നിലകൊള്ളുന്ന മീഡിയ വൺ എന്ന ചാനലിന്റെ തനിനിറം ഒരിക്കൽ കൂടി വെളിവായി എന്നതാണ് മാടായിപ്പാറ വിവാദം കൊണ്ടുണ്ടായ ഒരു പ്രധാന ഗുണം. അതായത് ആ ചാനലിന്റെ എഡിറ്ററായ പ്രമോദ് രാമൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമാണ് മീഡിയ വൺ ഒരു സ്വതന്ത്ര ചാനലാണെന്നത്. അങ്ങനെയുള്ള ഒരു ചാനൽ എന്തിനാണ് മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമി പോഷക സംഘടന അനുമതിയില്ലാതെ നടത്തിയ ഒരു പ്രകടനത്തെ ന്യായീകരിക്കാൻ ഇത്രമാത്രം വാർത്തകൾക്കും ഔട്ട് ഓഫ് ഫോക്കസുകൾക്കും സമയം ചെലവിടുന്നത് എന്നത് പ്രമോദ് രാമൻ വിശദീകരിക്കണം. ഒരു പൊതുമാധ്യമ സ്ഥാപനമായി അഭിനയിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്ന ചാനലിന് പ്രമോദ് രാമനും മറ്റു ചിലരും ഒരു അലങ്കാരം മാത്രമാണ്. മാടായിപ്പാറ വിഷയം ചർച്ച ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ ഇത്തരത്തിൽ ചില ജേർണലിസ്റ്റുകളെ പിടിച്ചിരുത്തുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പൊതു സ്വീകാര്യത നൽകാനുള്ള അടവാണതെന്ന്. സി ദാവൂദ് പറയുന്ന മറ്റൊരു പച്ചക്കള്ളം ഇസ്രയേലിനെ എതിർത്തതിനാലാണ് ജമാഅത്തെ ഇസ്ലാമി വനിതാ പ്രവർത്തകർക്ക് എതിരെ കേസെടുത്തതെന്നാണ്. ഇതും ജമാഅത്തെ ഇസ്ലാമിയുടെ കുടിലതന്ത്രമാണ്. 2 ദിവസം മുമ്പത്തെ ദേശാഭിമാനി പത്രത്തിന്റെ 1-ാം പേജ് വാർത്തയിൽ തന്നെ കൊലയാളി രാഷ്ട്രം എന്നാണ് ഇസ്രയേലിനെ വിശേഷിപ്പിച്ചത്. സി ദാവൂദ് എന്ന വർഗീയവാദിയുടെ സർട്ടിഫിക്കറ്റ് സിപിഐഎമ്മിന്റെ ഫലസ്തീൻ നിലപാടിനാവശ്യമില്ല.